വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് ഫീറി മാമിസ് ആണ്. യെസ്, നമ്മുടെ എക്സാം അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതിൽ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒന്നാണ് എന്താ ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് ഗതാഗത മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് മൂന്ന് ഗതാഗത മാർഗ്ഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? ലാൻഡ് ട്രാൻസ്പോർട്ട് അല്ലെ, കരഗതാഗതമുണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ജലഗതാഗതമുണ്ട്, ദെൻ വ്യോമ ഗതാഗതം എയർ ട്രാൻസ്പോർട്ട് എന്നിങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാൻഡ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കരഗതാഗതമാണ്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റോഡ് ഗതാഗതം റോഡ് ട്രാൻസ്പോർട്ട് എന്നും റെയിൽ ട്രാൻസ്പോർട്ട് റെയിൽ ഗതാഗതം എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? യെസ്, ഫസ്റ്റ് വൺ റോഡ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ റോഡ് ഗതാഗതം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പൊക്കെ എന്താണ്? യെസ്, നമ്മുടെ അച്ഛന്മാരൊക്കെ ജനിക്കുന്നതിന് തൊട്ട് മുമ്പേ എങ്ങനെയായിരുന്നു റോഡൊക്കെ ഉണ്ടായിരുന്നത്? നമുക്ക് നോക്കിയാലോ? നോക്കിക്കേ, കണ്ടോ? സിംഗിൾ ട്രാക്ക് പാത്ത്, ഒറ്റയടി പാത ഉണ്ടായിരുന്നു. ദെൻ മൺപാതകളും ദെൻ എന്താണ് സ്റ്റോൺ പവർഡ് പാത്തൊക്കെ ആയിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ റോഡായിട്ട് ഉണ്ടായിരുന്നത് അല്ലേ. ഒറ്റയടി പാത, ഒരു കുഞ്ഞു പാതയാണ്. പിന്നെ മണ്ണിട്ട വെറും മൺപാത, ഇതൊക്കെയായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. പിന്നെന്താ, ഓവർ ദ പാസേജ് ഓഫ് ടൈം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന കണ്ടോ ഈ ടാറിട്ട റോഡും ഇതൊക്കെ വന്നത്, കോൺക്രീറ്റ് റോഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഓവർ ദ പാസേജ് ഓഫ് ടൈം സ്റ്റോൺ പവർഡ് പാത്തും കോൺക്രീറ്റ് റോഡ്സ് ആൻഡ് ടാർ റോഡ് കെയിം ടു ഇൻ ദ എക്സിസ്റ്റൻസ് അല്ലേ. നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ടാറിട്ട റോഡ് വന്നതും കോൺക്രീറ്റ് റോഡ് വന്നതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെയാണ് നമ്മുടെ റോഡിൻ്റെ ഹിസ്റ്ററി വരുന്നത് അല്ലേ, റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഹിസ്റ്ററി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേന്മകൾ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ്. റോഡ് ഗതാഗതത്തിൽ അല്ലെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ മേന്മകൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണല്ലോ, വളരെ ചിലവ് കുറഞ്ഞതാണ് എന്ത് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എന്താണ് ആക്സസിബിൾ ആണ് അല്ലേ, അതായത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാവുന്നുണ്ട്. accessible to all section of people. Then bus suited for short trips, കുഞ്ഞു യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. Then next റെയിൽ ട്രാൻസ്പോർട്ട്, ലാൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ രണ്ടാമത്തതാണ് എന്താ റെയിൽ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ റെയിൽ ഗതാഗതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ? അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലാൻഡിലെ ഖരമാർഗത്തിലൂടെ പോകുന്ന ഏറ്റവും വേഗതയേറിയ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് എന്താ റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. ഇന്ന് കരയിലൂടെ പോകുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് റെയിൽ ട്രാൻസ്പോർട്ട്. ഇത് ലോഞ്ച് ചെയ്തത്, ഇത് കൊണ്ടുവന്നത് ബ്രിട്ടനാണ്. നമ്മുടെ ഈ റെയിൽ സിസ്റ്റം കൊണ്ടുവന്നത് ബ്രിട്ടനാണ്. ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഓടിയിട്ടുള്ള തീവണ്ടി ഏതായിരുന്നു? യെസ്, ലോക്കോമോട്ടീവ് ട്രെയിൻ ആയിരുന്നു. സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി അല്ലെ, ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ എന്താണ് വന്നിട്ടുള്ള ആദ്യത്തെ തീവണ്ടിയാണ് ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത്. ലോക്കോമോട്ടീവ് തീവണ്ടി എന്ന് പറയുന്നത് ഇതിന് വേണ്ടി യൂസ് ചെയ്തത്, അതായത് ഈ ഒരു തീവണ്ടി ഓടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ഇന്ധനമായിട്ട് ഫ്യൂലായിട്ട് യൂസ് ചെയ്തത് കൽക്കരി ആയിരുന്നു. ദെൻ പിൽക്കാലത്താണ് ഡീസൽ എൻജിൻസ് ഒക്കെ വന്നത്, ഇലക്ട്രിക് എൻജിൻസും ഡീസൽ എൻജിൻസും ഒക്കെ പിന്നീട് വന്നതാണ്. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് കാണുന്ന ഈ ഒരു നമ്മുടെ തീവണ്ടിയിലേക്ക് എത്തിയത് ഇതേപോലെയുള്ള പല ഘട്ടങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന ഈ ഒരു തീവണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള റെയിൽവേ എന്ന് പറയുന്നത് മുംബൈ അല്ലെങ്കിൽ ബോംബെയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ വന്നിട്ടുള്ളത്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എവിടെയാ? ബേപ്പൂർ ടു തിരൂരാണ് കേട്ടോ. ബേപ്പൂർ ടു തിരൂരാണ് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ റെയിൽവേ എന്ന് പറയുന്നത്. മക്കൾ അറിഞ്ഞിരിക്കണേ, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ദെൻ നമുക്ക് നോക്കാം നമ്മൾ എന്തിനാണ് റെയിൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്? ഈ ഡേ ടു ഡേ ട്രാവൽ, ദൈനംദിന യാത്രകൾക്കും നമ്മുടെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ലെഷർ ട്രിപ്പ് വിനോദയാത്രകൾക്കൊക്കെയാണ് നമ്മൾ നമ്മുടെ റെയിൽ ട്രാൻസ്പോർട്ട് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ദെൻ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം പൊല്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നെന്താണ് മെട്രോ റെയിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഏതാണ് നോക്കിക്കോ? ദ റെയിൽവേ ഈസ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് പീപ്പിൾ മെയിൻലി used for daily travel, transportation of goods, then leisure trips. നമ്മൾ എന്തൊക്കെയാണ് ദൈനംദിന യാത്രയ്ക്കും സാധനങ്ങൾ അങ്ങോട്ട് ഗുഡ്സ് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും ലെഷർ ട്രിപ്പ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് റെയിൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ എന്താണ് മെട്രോ റെയിൽ സിസ്റ്റം ബി ലോഞ്ച് മേഡ് ദ സിറ്റീസ് ഓഫ് ഇന്ത്യ, ഇംപ്രൂവ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ മെട്രോ ഒക്കെ വന്നിട്ടുണ്ടായത്. നമ്മുടെ കേരളത്തിലുള്ള മെട്രോ ഏതാണ്? കൊച്ചിയാണ് അല്ലേ, കൊച്ചിയിലാണ് മെട്രോ ഉള്ളത്.
ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട് നോക്കിയാലോ. മിസ് പറഞ്ഞ പോലെ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു കെയറി മോർ പീപ്പിൾ. ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ ഒക്കെ ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് സഞ്ചരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് അല്ലേ എന്ത് റെയിൽ ട്രാൻസ്പോർട്ട്. ദെൻ ബൾക്ക് എമൗണ്ട് അല്ലേ, ഒരുപാട് ഗുഡ്സ് എന്താണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മൾ വിശാലമായിട്ടുള്ള ഒന്നാണ് റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ദ ഗ്രോത്ത് ഓഫ് എക്കണോമിക് സിസ്റ്റം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി. എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജസ് ഒരു 2-3 മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ കൂടുതൽ ചരക്ക് നീക്കത്തിന് സഹായിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാൻഡ് ട്രാൻസ്പോർട്ടിൽ എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും മസ്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ ഇതേപോലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.